കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മുതൽ ഒരു പുതിയ വിഷയം പഠിക്കുവാനായിട്ട് നമ്മൾ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്ന തലക്കെട്ടിൽ ആത്മീകമായിരിക്കുന്ന ചില സത്യങ്ങൾ ഗ്രഹിക്കണം, പഠിക്കണം എന്നതാണ് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇത് അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ വാക്യത്തിലൂടെ നമ്മൾ എബ്രായ ലേഖന പഠനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ജനത്തിന് ദൈവം ആഗ്രഹിക്കുന്നതായ നിലയിലുള്ള ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. യഥാസ്ഥാനത്വം എന്ന് പറയുന്നതായ ആ വിഷയം പാപികളായിരിക്കുന്ന മനുഷ്യർ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിഷയമല്ല. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നവർ കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന ആ ചുമതലകൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് വിനിയോഗിക്കാതെ ദൈവമാക്കിയതായിരിക്കുന്ന സ്ഥാനത്ത് അവരെ കാണാതെ ഇരിക്കുമ്പോൾ അവരെ വീണ്ടും ദൈവത്തിന് പ്രയോജനകരമാകുന്ന നിലയിലേക്ക് ആ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് എളുപ്പമായിരിക്കുന്ന ഒന്നല്ല. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ആവശ്യമായതെന്ത് എന്ന് നമുക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദൈവ പൈതൽ, കർത്താവിന്റെ സഭയിലായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, ദൈവം അവനെ ആക്കിയ ആ സ്ഥാനത്ത് തുടരാതെ അതിൽ നിന്നും അവൻ വ്യതിചലിച്ചു പോയാൽ അവിടേക്ക് അവനെ മടക്കി കൊണ്ടുവരിക, യഥാസ്ഥാനത്താക്കുക, അവനെ ഉപയോഗിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്കാക്കുക, അവനെ വീണ്ടും ജീവിപ്പിക്കുക എന്നിങ്ങനെയുള്ള വിവിധ അർത്ഥങ്ങളും ആശയങ്ങളുമാണ് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ഈ പഠനത്തെ കുറിച്ച് നാം മുൻപോട്ട് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ടത്. ഇത് രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചുള്ള അനുഭവമല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം ദൈവം ആഗ്രഹിക്കുന്നതായ നിലവാരത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഉപയോഗിക്കത്തക്കവണ്ണം നാം ആയിത്തീരുക. അതാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കണമെന്നാണ്. അപ്പോൾ നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പരമമായിരിക്കുന്ന ആ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയണം. ദൈവത്തിന് നമ്മെ ഏത് സമയത്തും ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ ആ സമയത്ത് എന്നെ ഉപയോഗിക്കത്തക്കവണ്ണം ദൈവത്തിന് നമ്മെ കിട്ടണം. ആ തരത്തിലുള്ളതായ യഥാസ്ഥാനത്വം വേണമെന്ന് പറയുമ്പോ ഇന്ന് ദൈവത്തിന് ആ നിലയിൽ
കിട്ടുന്നില്ല എന്നാണ് അതിന്റെ ആശയം നാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നാം നമ്മെ തന്നെ ചിന്തിക്കുക, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാനിന്ന് ഒരു ദൈവ പൈതലാണെങ്കിൽ, ഒരു ദൈവദാസനാണെങ്കിൽ, ഒരു ദൈവദാസിയാണെങ്കിൽ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്. നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കൃപാവരങ്ങൾ എല്ലാവർക്കും ദൈവം പകുത്ത് നൽകിയിട്ടുണ്ട്, അല്ലെ? ദൈവത്തിന്റെ ആത്മാവ് എല്ലാവർക്കും കൃപാവരങ്ങളെ നൽകിയിട്ടുണ്ട്. ഒരാളിൽ പോലും ഒരു കൃപാവരവും ഇല്ലാത്തവർ ഇല്ല. അപ്പോൾ ഒരു ശരീരത്തിന്റെ അവയവം എന്ന നിലയിൽ കൃപാവരങ്ങളെ നൽകി ശുശ്രൂഷകൾക്കായിട്ട്, വ്യത്യസ്തമായ ശുശ്രൂഷകൾ, ഒരേ ശുശ്രൂഷകളല്ലെന്ന് നമുക്കറിയാം, ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുന്നതായ സ്ഥാനത്ത് എന്നെയും നമ്മെയും ദൈവം നോക്കുമ്പോൾ കാണാതിരുന്നാൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് വേണ്ടത്? യഥാസ്ഥാനത്വം ആവശ്യമാണ്. എന്തിനു വേണ്ടി? ദൈവം ആഗ്രഹിക്കുന്നതായ നിലവാരത്തിൽ നമ്മൾ ഉപയോഗിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അപ്പോ നാം ഈ പഠനത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളുക, എന്റെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യമുണ്ട്. അയ്യോ, നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ അറിയാം, ഇതിൽ നിന്ന് നാം ആരും അന്യരായിരിക്കുന്നില്ല. നമ്മൾ ആരും ഒരു യഥാസ്ഥാനത്വം അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുക എന്നുള്ള, പൂർണ്ണതയിലേക്ക് വരിക എന്നുള്ള ആ അനുഭവത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല. നമ്മൾ എല്ലാവരും ഈ വലിയ അനുഭവത്തിലേക്ക് നാം തിരികെ വരേണ്ടവർ തന്നെയാണ്. കാരണം അങ്ങനെ വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവകരങ്ങളിൽ ദൈവത്തിന് നമ്മെ പൂർണ്ണമായ തോതിൽ ഉപയോഗിക്കുവാൻ കഴിയാത്തതിന്റെ പരിണിത ഫലങ്ങൾ നമ്മിൽ എല്ലാവരിലുമുണ്ട്. നാം അത് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ആ ക്ഷീണവും തളർച്ചയും വിളർച്ചയും ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് താൻ ആഗ്രഹിക്കുന്നതായ നിലയിൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് നമ്മെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരാജയമായിട്ട് കണ്ട് ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഒരു വാക്കിലെങ്കിലും ദൈവത്തിന്റെ മക്കൾ ഈ ക്ലാസ്സുകൾ നാം തുടരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്ക് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ്. ഏതെല്ലാം കാര്യങ്ങളിലാണ് യഥാസ്ഥാനത്വം വേണ്ടതെന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ ഓരോരോ സംഭവങ്ങളെ എടുത്ത് നമുക്ക് ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്, കർത്താവേ, എനിക്ക് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ഇത് ഏറെക്കുറെ AD 70 മുൻപ്, അതായത് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് മുൻപ് ആണ് ഈ ലേഖനം എഴുതിയത് എന്നാണ് ഏറെക്കുറെ നമുക്ക് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലമാണ്. ഏതാണ്ട് 50-60 ആ വർഷത്തിൽ, AD 50-ഉം 60-നോടുമുള്ള ആ കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ ലേഖനം എഴുതിയത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവജനം കഠിനമായിരിക്കുന്ന പീഡനങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നതായ ഒരു കാലഘട്ടമാണ്. കഠിനമായ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നതായ കാലഘട്ടം. അതിൻ്റെതായിരിക്കുന്ന തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, കഷ്ടതകൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് ചിലരെ സംബന്ധിച്ച് അത് ആത്മീകമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും കാരണമാകുമെങ്കിൽ അനേകരെ സംബന്ധിച്ച് അത് ക്ഷീണത്തിനും തളർച്ചയിലേക്കും അത് നയിക്കുവാൻ ഇടയായിട്ട് തീരും. ഈ എബ്രായ സഭയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എബ്രായരിൽ നിന്ന് വിശ്വസിച്ച് മുൻപോട്ട് വന്നതായ ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ പല അധ്യായങ്ങളിലും പല വാക്യങ്ങളും നമുക്കറിയാം, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, അല്ലെ? ക്ഷീണിച്ചു മടുക്കാതിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നോക്കുക. അപ്പോ പലതിലും ക്ഷീണിച്ചു പോയിരിക്കുന്നതായ ഒരു അനുഭവം ആർക്കുണ്ടായി? ഈ 1-ാം നൂറ്റാണ്ടിലുള്ള ദൈവത്തിന്റെ മക്കൾക്ക്
ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ക്ഷീണം, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ആത്മീകമായി അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന ആ ക്ഷീണം അവരെ പല കാര്യങ്ങളിലും പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ കാരണമായി. അത് മനസ്സിലാക്കിയ പൗലോസാണ് പറയുന്നത്, പിതാക്കന്മാരെ കുറിച്ച് ഉപമിച്ച് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിട്ടുപോന്നതിന് ഓർത്തിരുന്നുവെങ്കിൽ തിരികെ പോകുവാൻ ഇടവരുമായിരുന്നല്ലോ. അപ്പോൾ എബ്രായ വിശ്വാസികൾക്കും ഈ ചിന്ത അവരെ എന്ത് ചെയ്തിരുന്നു? ഭരിച്ചിരുന്നു. അവർ കർത്താവിൽ നിൽക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, കൂട്ടായ്മയുള്ളവരാണ്. പക്ഷേങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് വിട്ടു പോന്നതിലേക്ക് തിരികെ പോകുവാനുള്ളതായ ഒരു വാഞ്ച. ഞാൻ ഇങ്ങനെ ഓർത്തു, ഒരു വലിയ കൂട്ടത്തിൽ നിന്നാണ് അവരിങ്ങോട്ട് പോന്നത്, അല്ലെ? യഹൂദന്മാരായിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ കൂട്ടം എന്തുമാത്രമുണ്ട്? ചെറിയ ഒരു കൂട്ടമാണ്, ചെറിയ ഒരു കൂട്ടമാണ്. മാത്രമല്ല, അവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം, ആ ആലയത്തിൽ എന്തുണ്ട്? ആരാധനകളുണ്ട്, യാഗങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്, അതിൻ്റെതായിരിക്കുന്ന എല്ലാ ആരവാരങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അവർ ഇങ്ങോട്ട് വന്നപ്പോഴോ ഇവിടെ ഒരു തരം നിശബ്ദതയാണ്. ഇന്നാണ് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ എഴുതിയ പാട്ടുകളൊക്കെ ഉള്ളത്. അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് അന്ന് ആരും പാട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചായിരിക്കാം അവര് പാട്ട്, അതൊരു സങ്കീർത്തനങ്ങളെല്ലാം പാട്ടുകളാണല്ലോ, അതായിരിക്കാം അവർ കവിതാ രൂപത്തിൽ അവർ ഒരുപക്ഷെ സഭയിൽ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവര് വിട്ടുപോകുന്നതായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന ആരവാരങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ എവിടെയില്ല? ഇവിടെ ഇല്ല. ഇവിടെ കയ്യടിയില്ല, അല്ലെങ്കിൽ അതിന്റെ ആരവാരങ്ങളില്ല, ഇൻസംസുകൾ ഒന്നുമില്ല. വളരെ നിശബ്ദതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, അവിടെ എന്തുണ്ട്? വലിയ കെട്ടുറപ്പാണ്, അല്ലെ? അവരുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ അവര് ഒറ്റക്കെട്ടാണ്. എന്നാൽ ഇവിടെയോ അവരിങ്ങോട്ട് വന്നപ്പോൾ നാം എന്താ വായിക്കുന്നത്? ചിതറിക്കപ്പെട്ടു, അല്ലെ? അവർ ചിതറിക്കപ്പെട്ടു, നാനാ ഭാഗങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഒരുമിച്ച് കൂടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ ഉപദ്രവം നേരിട്ടതിനാൽ ആ ജനത്തിന് എന്താ സംഭവിച്ചത്? അവർ ചിതറിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവരുടേതായിരിക്കുന്ന ആ പഴയ കാലത്തിലേക്കുള്ള ആ ഓർമ്മ അവരെ ഒരുപക്ഷെ പിന്നെയും എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കുവാൻ അത് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അവരിൽ ആ കാര്യങ്ങളൊക്കെ മടുപ്പ് ഉളവാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സഭകളുടെ കോണ്ടെക്സ്റ്റ് നാം ഒന്ന് ചിന്തിക്കണം. പ്രത്യേകം ഇന്ന് വളർന്നു വരുന്നതായ തലമുറയെ കുറിച്ച് നാം ചിന്തിക്കണം. എന്താ ഇന്നത്തെ യുവതലമുറ, നമ്മുടെ സഭകളിൽ തന്നെയുള്ളവരുടെ ചിന്താഗതി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അവര് നോക്കുമ്പോ എന്താ ഉള്ളത്? 4, 3, 7 ആളുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങൾ. മനോഹരങ്ങളായിരിക്കുന്ന ആലയങ്ങളുണ്ടോ? അതില്ല. ഇവിടെ കാണാനോ അല്ലെങ്കിൽ ആസ്വദിക്കുവാനോ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ലാത്തതായ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇന്നത്തെ ആ ന്യൂ ജനറേഷൻ എവിടേക്കാ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ അനക്കമുള്ളിടത്തേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒച്ചപ്പാടുള്ളതായിരിക്കുന്ന, ബഹളങ്ങൾ ഉള്ളതായിരിക്കുന്ന, കുറെ ആരവാരങ്ങൾ ഉള്ളതായിരിക്കുന്ന, കെട്ടുറപ്പുണ്ടെന്ന് അവർ ചിന്തിക്കുന്നതായ, ആയിരങ്ങൾ തടിച്ചുകൂടുന്നതായ, ദൈവമക്കൾ ആയിരങ്ങൾ തടിച്ചു കൂടാൻ പാടില്ല എന്നൊന്നുമില്ല. ദൈവമക്കൾ കൂടുന്നിടം മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നില്ല. എന്നാൽ അവരുടെ മനസ്സിലുള്ളതായിരിക്കുന്ന താല്പര്യം ദൈവത്തിന്റെ മക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് കൂടുവാൻ പറ്റുന്ന ആ സാഹചര്യത്തിൽ തൃപ്തരാകണമെന്നല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ഒരു ന്യൂജൻ ചിന്താഗതികൾ അവരിൽ ഉടലെടുത്തിട്ട് ഇന്ന് അനേക യുവാക്കന്മാർ യഥാസ്ഥാനത്വത്തിലേക്ക് വരേണ്ടതായ നിലയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ദുഃഖത്തോടെ ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ചും നാമും ഒന്ന് ചിന്തിക്കുക.
നാമും ഒന്ന് ചിന്തിക്കുക. എന്നെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വിട്ടുപോന്നതിനെ ഓർത്തിട്ടുണ്ടോ നമ്മൾ? എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങി പോയിരുന്നെങ്കിലെന്ന് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഞാനോ നിങ്ങളോ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അയ്യോ കർത്താവേ തെറ്റിപ്പോയി എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. നാം എല്ലാവരും എല്ലായ്പ്പോഴും ഒന്നും ഒരേ ആത്മീക നിലവാരത്തിലൊന്നും അല്ലെന്ന് നമുക്കറിയാം. ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ താഴേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ആ ബലഹീനമായ സമയത്ത് ഓർക്കും, അയ്യോ ഇതിനേക്കാൾ ഭേദം, അയ്യോ ഇതിനേക്കാൾ നല്ലത് അവിടെ ആയിരുന്നല്ലോ എന്ന ആ ദുർബലമായ ചിന്തകൾ നമ്മിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംസാരിച്ചു പോയെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചു പോയെങ്കിൽ അത് കർത്താവിനോട് ഏറ്റുപറയുക. പൊന്നുനാഥ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്നുള്ളതായ ആ ചിന്ത നമ്മിൽ ഉണ്ടാകട്ടെ. ഇവിടെ നാം ഓർക്കുക, 1-ാം നൂറ്റാണ്ടിലെ ആ സഭ അവര് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ, പീഡനങ്ങളിലൂടെ കടന്നുപോയതായിരിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി. അപ്പോൾ തന്നെ ഈ ലേഖനം നമ്മൾ വായിക്കുന്ന സമയത്ത്, പൊതുവിൽ 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എന്താ? അവർ വളരെ പ്രത്യാശയുള്ളവരും ആയിരുന്നു. ഒരു കൂട്ടർ അങ്ങനെ ഉണ്ട്, യഥാസ്ഥാനത്വം ആവശ്യമായിട്ടുള്ളവർ ആയിരുന്നു എങ്കിലും മറ്റൊരു കൂട്ടർ എങ്ങനെയുള്ളവരായിരുന്നു? പ്രത്യാശയെ മുറുകെ പിടിച്ച് ജീവിച്ച ദൈവത്തിന്റെ ഭക്തന്മാർ ആയിരുന്നു. അത് അപ്പോസ്തലന്റെ വാക്കുകളിലും ലേഖനങ്ങളിലെല്ലാം തിളങ്ങി നിന്ന ഒന്നായിരുന്നു. എന്താണത്? പൗലോസിന്റെ ലേഖനത്തിൽ ഉടനീളം നാം വായിക്കുന്നത് എന്താ? അവന്റെ പ്രത്യക്ഷത, അല്ലെ? യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ്. അവൻ വരും, അവൻ വരും, നമ്മെ ചേർക്കും. നാം ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, ഈ നാളിൽ തന്നെ അവൻ വരുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശയാണ് കൊടിയ പീഡനത്തിന്റെ നടുവിലും കർത്താവിന് വേണ്ടി ഒരു കൂട്ടരെങ്കിലും നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ കാലത്ത് നമുക്കും അത് വളരെ അധികമായിട്ടുണ്ടാകണം കേട്ടോ. വിശ്വാസത്യാഗം, വിശ്വാസം വിട്ടുഴന്ന് അനേകായിരങ്ങൾ പോകുന്ന നാളിൽ നാം ഒന്ന് മനസ്സിലാക്കണം, നാം നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായിട്ടിരിക്കണം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നതിനേക്കാൾ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നോ നാളെയോ ഞാനും നിങ്ങളും മരിക്കുമെന്നതിനേക്കാൾ അപ്പുറത്ത് നാം പ്രത്യാശിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കർത്താവ് വരും. ആ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നാം പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണല്ലോ, തക്ക സമയത്ത് ആ പ്രത്യക്ഷത അവൻ വരുത്തും. തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. നാം വരുന്ന ആ കോട്ടേജ് മീറ്റിംഗിൽ പഠിക്കാനായിട്ടുള്ള ആ വേദഭാഗത്ത് പറയുന്നുണ്ടല്ലോ, അവൻ പ്രത്യക്ഷനാകുന്നത് വരെ നീ ഇത് പ്രമാണിച്ചു കൊള്ളണം. അവന്റെ വരവാ നമ്മുടെ ലക്ഷ്യം. അവൻ വരുന്നതുവരെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങളുണ്ട്, പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളുണ്ട്, പലതരത്തിലുള്ളതായ തിക്താനുഭവങ്ങളുണ്ട്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. എല്ലാം ശരി തന്നെ. എന്നാൽ അതിന്റെ മധ്യത്തിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ആ പ്രത്യാശ നൽകുന്ന ഒരു വാക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതൊക്കെ പിന്നത്തേതിൽ വിശദമായി നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. എന്തുകൊണ്ട് കഴിയും? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആടുകളുടെ വലിയ ഇടയനായിരുന്ന നമ്മുടെ കർത്താവിനെ മടക്കി വരുത്തിയ ദൈവത്തിന് നിങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. ഓ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ക്ഷീണിതരാണിന്ന്, യഥാസ്ഥാനത്വം ആവശ്യമായി ഉള്ളവരാണിന്ന്, നമ്മൾ ബലഹീനരാണിന്ന്, കെട്ടുറപ്പില്ലാത്തവരാണ് നമ്മൾ ഇന്ന്, ആരവാരമില്ലാത്തവരാണ്, കൂടുതൽ ആളുകൾ ഉള്ളവരല്ല നമ്മൾ. പക്ഷേ നാം ഓർക്കുക, നമ്മെ
യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ, നമ്മെ വീണ്ടും തനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ തന്റെ കൈകളിൽ ഇണങ്ങിയ മാനപാത്രങ്ങളായി നമ്മെ തീർത്ത് നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇന്നത്തെ എന്റെ അവസ്ഥ എന്തുമാകട്ടെ, നാളെ എന്റെ കർത്താവിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഉയർപ്പിക്കാൻ സാധിക്കും. തന്റെ പുത്രനെ ഉയർപ്പിച്ചെങ്കിൽ നമുക്കറിയാം, ആ സാധ്യതകളൊക്കെ നമുക്കറിയാം. പീലാത്തോസിനോട് അവർ ചോദിച്ചു, എന്ത്? ഇവൻ ഇനി ഒരിക്കലും എഴുന്നേറ്റുകൂടാ, മുദ്ര വെക്കണം, പട്ടാളത്തെ നൽകണം. അതെല്ലാം അവൻ കൊടുത്തുല്ലേ? എല്ലാ കാവലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കരുത് എന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷേ സമാധാനത്തിന്റെ ദൈവം എന്ത് ചെയ്തുവെന്നാണ്? അവനത് ചെയ്തു. അവൻ തന്റെ പുത്രനെ മടക്കി വരുത്തി. മടക്കി വരുത്തിയ ദൈവം, ഓ അവിടെ വായിക്കുന്നത് ബ്രോട്ടപ്പ് എന്നാണ്. വീണ്ടും എടുത്തുകൊണ്ടുവന്ന ദൈവം, വീണ്ടും തന്റെ പുത്രനെ എങ്ങനെ ഉപയോഗിക്കണമോ അതുപോലെ ഉപയോഗിച്ചവനായ ദൈവം. ഒരുപക്ഷെ ആ 33.5 വർഷത്തിൽ തന്റെ പുത്രനെ ഉപയോഗിച്ചതിനേക്കാൾ കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി തന്റെ പുത്രനെ ആരുപയോഗിക്കുന്നു? പിതാവായ ദൈവം ഉപയോഗിക്കുകയാണ്. എങ്ങനെ അത് സാധിച്ചു? തന്റെ പുത്രനെ ദൈവം മടക്കി വരുത്തി. മടക്കി വരുത്തിയ ദൈവമാണ് അങ്ങനെ ഉപയോഗിച്ചതെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങൾ നാം രക്ഷിക്കപ്പെട്ടിട്ട് 10, 20, 30, 40 വർഷങ്ങളായ, ഒരു 50 അതിലധികമോ ആയവർ ഇതിന്റെ മധ്യത്തിലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഒരുപക്ഷെ നമ്മെ കൊണ്ട് ദൈവത്തിന്റെ കാര്യമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് തോന്നിയാൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നമ്മെ എന്ത് ചെയ്യും? അവൻ നമ്മെ അതിശക്തമായി, ഇനിയുള്ള നമ്മുടെ മുൻപിലുള്ള നാളുകൾ ചുരുക്കമായിരിക്കാം, പക്ഷെ എന്നേക്കും മറന്നു പോകാനാവാത്ത അനുഭവങ്ങളിലേക്ക് മടക്കി വരുത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഒരു വശത്ത് കൊടിയ പീഡനങ്ങൾ അവർ നേരിട്ടു. കുറെ ആളുകൾ അതിൻ്റെതായിരിക്കുന്ന തിക്താനുഭവങ്ങൾ, അതിൻ്റെതായിരിക്കുന്ന ഒരു പുറകോട്ട് പോകുവാനുള്ള വെമ്പൽ, നിരാശ, ദുഃഖം, കണ്ണുനീര് എല്ലാം അവർക്കുണ്ടായി. എന്നാൽ മറുഭാഗത്ത് എന്താ ഉണ്ടായത്? വലിയ പ്രത്യാശയുടെ ഒരനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വലിയ ക്ഷീണത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായ അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് അവർ യഥാസ്ഥാനപ്പെടണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് ആരിൽ നിന്നും ഉണ്ടായത്? പൗലോസിൽ നിന്നും ഉണ്ടായത്. ഈ പ്രാർത്ഥന നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഞാൻ ഈ വേദഭാഗമൊക്കെ ധ്യാനിച്ച് പൗലോസിൻ്റെതായിരിക്കുന്ന പല പ്രാർത്ഥനകളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായത്, നമ്മുടെയൊക്കെ പല പ്രാർത്ഥനകളും ഒരു തരം ഉഴപ്പൻ പ്രാർത്ഥനകളാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും മുഴച്ചു നിൽക്കുന്നത് ഇവിടെയുള്ള ഈ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുള്ള പ്രാർത്ഥനയൊന്നുമല്ല. ഇപ്പോ നമ്മൾ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബത്തെ ഓർത്ത് നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഉത്തരം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ല, ഏത് വിഷയത്തോടുമുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥന പലപ്പോഴും അങ്ങനെയായി മാറാറുണ്ട്. എന്നാൽ നമ്മുടെ ചങ്കിൽ തട്ടുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിലോ, ഒരു വിഷയമാണെങ്കിലോ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അത് കാര്യങ്ങൾ ഗ്രഹിച്ചുള്ള പ്രാർത്ഥനയായിരിക്കും. ഇവിടെ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരുന്നില്ല പൗലോസ് ഇവിടെ പ്രാർത്ഥിച്ചത്. പിന്നെയോ, എബ്രായരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് വാർപെട്ട് വന്നതായ ദൈവമക്കൾ, അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവരുടെ സാഹചര്യം എന്താണ്? അവരുടെ ആത്മീക നിലവാരം എന്താണ്? അവരുടെ വിശ്വാസത്തിന്റെ അളവ് എന്താണ്?
അവരുടെ പ്രത്യാശ എത്രത്തോളമുണ്ട്, അവരുടെ വിശുദ്ധ ജീവിതം എത്രത്തോളമുണ്ട്, അവരുടെ കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ് എത്രത്തോളമുണ്ട്, ദൈവത്തോടും ദൈവജനത്തോടുമുള്ളതായിരിക്കുന്ന ബന്ധം അവർക്ക് എങ്ങനെയുണ്ട്, ഇതൊക്കെ ആര് മനസ്സിലാക്കി? ദൈവത്തിന്റെ ദാസനായിരുന്ന പൗലോസ് മനസ്സിലാക്കി. എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ് ഈ വാക്കുകൾ. എന്തെങ്കിലും ഒരു പ്രാർത്ഥന ആയിരുന്നില്ല ഈ പ്രാർത്ഥന. അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന വേദന നിറഞ്ഞു നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒറ്റ വാക്ക്, അന്ന് ശരിയായിരിക്കുന്ന പ്രാർത്ഥന, അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. അവരെ ആ നിലയിൽ യഥാസ്ഥാനപ്പെടുത്തുന്നില്ലെങ്കിൽ അയ്യോ ദൈവമേ, നിനക്ക് അവരെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഈ സഭ പിന്നത്തേതിൽ എങ്ങനെയായെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ആത്മീകരാണ് നാം എങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, ഒരു ആത്മീകനാണ് നാം എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വ്യത്യാസം വരുത്തിയേ മതിയാകും. ആത്മീകന്മാർ ആത്മീകമായത് വിവേചിക്കുന്നുവെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കും. അപ്പോൾ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഉണ്ട്, നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ആത്മീകന്മാരായിരിക്കുന്ന നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് വിവേചിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. ഒന്ന് ശ്രദ്ധിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. കർത്താവേ, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്? ഭൗതികമായ കാര്യങ്ങളല്ല, ആത്മീകമായിരിക്കുന്ന നിലവാരം ഉയർന്നതാണോ താണിരിക്കുന്നതാണോ എന്ന് അവരുടെ ജീവിതത്തിന്റെ പ്രതിഫലനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നാം പ്രാർത്ഥിക്കുവാൻ. അത് എളുപ്പമല്ല. ദേവിസഹോദരനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ സഹോദരനും സഹോദരിയും മക്കളും അവരുടെ ഇന്നത്തെ ആത്മീകമായിരിക്കുന്ന നിലവാരം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് ശ്രമകരമാണ്. അതൊരു നോട്ടം കൊണ്ട് മനസ്സിലാകുന്ന കാര്യം അല്ല. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ അർത്ഥം പരീശൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, ഞാനൊന്നും അവനെ പോലെ ഒന്നും അല്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടി വിധിച്ചു പ്രാർത്ഥിക്കണം എന്ന ആശയം ആരും എടുക്കണ്ട. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടേതായിരിക്കുന്ന ജീവിത നിലവാരം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരീശന്റെ പ്രാർത്ഥന പോലെയുള്ള പ്രാർത്ഥനയാണ് ആണെന്ന് നാം തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥന ഒരു പരീശന്റെ പ്രാർത്ഥനയാകുമായിരുന്നു. അങ്ങനെയല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ആ ദൈവത്തിന്റെ ജനത്തിന്റെ ശരിയായിരിക്കുന്ന അവസ്ഥകളെ മനസ്സിലാക്കിയുള്ളതായ പ്രാർത്ഥനയാണ് പൗലോസിൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അന്യോന്യമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഈ നിലയിൽ വിവേചിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാകണം. പ്രാർത്ഥനയുടെ നീളത്തേക്കാൾ, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊള്ളുക, പ്രാർത്ഥിക്കുന്നതിന്റെ നീളമല്ല വിഷയം, നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. നമ്മുടെ കർത്താവും അതിന് മാതൃകയാണല്ലേ. എന്തിനു വേണ്ടിയ കർത്താവ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചത് അത് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകളിലേക്കും നാം ഒന്ന് കണ്ണോടിച്ചാൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഞാൻ ആ കാര്യം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കണം. എന്റെ ഹൃദയത്തിലും നിങ്ങളെക്കാൾ അധികം ഒന്ന് പകരപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവികമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ
സ്വർഗീയമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മീകമായിരിക്കണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. എന്നാൽ മാത്രമേ അനേകരുടെ യഥാസ്ഥാനത്വം കാണുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഈ ലേഖനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കണ്ണോടിക്കുമ്പോൾ പൗലോസ് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഈ യേശു കർത്താവ് ആരെക്കാളും വലിയവൻ തന്നെയാണ്. ഇവര് അല്പനേരത്തേക്കെങ്കിലും അല്ലേ, ആ ദൂതന്മാർ വലിയവരാണ്, യാഗങ്ങൾ വലിയതാണ്, മോശ വലിയതാണ്, യോശുവ വലിയതാണെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയവനാണ് യേശു കർത്താവ്. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും വായിക്കുന്നത്, അവനെ ശ്രദ്ധിച്ചു നോക്കണം, അവനെ തന്നെ നിങ്ങൾ നോക്കണം, അവനിൽ തന്നെ നിങ്ങൾ ആശ്രയിക്കണം, കാരണം അവനാണ് വലിയവൻ. നിങ്ങൾ ആ കാര്യത്തിൽ വേദനിക്കേണ്ട കാര്യമില്ല, യഥാസ്ഥാനപ്പെടുക. നാം ചിന്തിക്കുക, 13 അധ്യായങ്ങളാണ് താൻ വാക്കാൽ പറയാനിട്ട് എഴുതിയതല്ലേ. അതാരാ പ്രേരിപ്പിച്ചു കൊടുത്തത്? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് എബ്രായ വിശ്വാസികൾക്ക് എഴുതി കൊടുത്തതായ കാര്യങ്ങൾ എല്ലാം ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞ് അതിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ പൗലോസ് മുട്ടുകുത്തി. മനസ്സിലായോ? അവൻ മുട്ടുകുത്തി. കാരണം ഈ 13 അധ്യായങ്ങളിലായി, നിരവധി വാക്യങ്ങളിലായി ദൈവത്തിന്റെ ആത്മാവ് എഴുതുവാനായിട്ട് പറഞ്ഞു കൊടുത്ത, അവരെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു കൊടുത്തതായ ആ വാക്യങ്ങളെല്ലാം പൗലോസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ ബോധ്യമുണ്ടായത്, ഇത് ഞാൻ മുട്ടുന്ന നിൽക്കേണ്ട വിഷയമാണ്, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഇവരെന്ത് ചെയ്യുള്ളൂ? യഥാസ്ഥാനപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ സത്യങ്ങളെ അറിഞ്ഞിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നതിന്റെ 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ വശം ഇവർ യഥാസ്ഥാനപ്പെടണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, എന്റെ ധ്യാനത്തിൽ വന്ന കാര്യം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ലേഖനത്തിൽ ചില മുന്നറിയിപ്പുകൾ പറയുന്നുണ്ടല്ലേ. സത്യത്തിന്റെ പ്രകാശനം ലഭിച്ചിട്ട്, അല്ലെ, നന്മകൾ ആസ്വദിച്ചിട്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനം അനുഭവിച്ചിട്ട് അതിനെ തള്ളിപ്പറഞ്ഞാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ, അതിനെ വേണ്ടെന്ന് വെച്ചാൽ അവന് ലഭിക്കാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ചും ആര് മനസ്സിലാക്കി? പൗലോസ് മനസ്സിലാക്കി. പൗലോസ് അവർക്കും വേണ്ടിയിട്ടും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വരുവാൻ പോകുന്നതായ ആ വലിയ വേദനയെ കുറിച്ചുള്ള ഭാരവും പൗലോസിന് ഉണ്ടായി. ഈ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, സർവസഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം എന്ന തിരക്ക്. എന്ത് ഭാരാന്ന് നമ്മൾ വിചാരിക്കണേ? അവര് നാളെ ഏത് കോളേജിൽ പഠിക്കും? അവർക്ക് നാളെ ഏത് ജോലി കിട്ടും? ആ കുടുംബത്തിന് രോഗം ഉണ്ടായി നാളെ ആര് കാശ് കൊടുക്കും? ഇതായിരുന്നോ തന്റെ ചിന്താഭാരം? ആയിരുന്നോ? അല്ല. സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. ആ ദേവദാസന്റെ പണി എന്താ പണി? നമ്മുടെ പണി എന്താന്ന് നമുക്കറിയാം. എന്നാൽ ആത്മീകനായിരുന്ന ദൈവദാസന്റെ ചിന്താഭാരം എന്തായിരുന്നു? താൻ മുഖാന്തരം വിശ്വാസത്തിലേക്ക് വന്നതായ, ദൈവം തന്നെ ഏൽപ്പിച്ചതായ ആടുകളെ കുറിച്ചുള്ളതായ ചിന്താഭാരം. താൻ തടവറയിൽ കിടന്നെഴുതിയ ലേഖനങ്ങളാണ് എഫെസ്യ, ഫിലിപ്പിയ, കൊലോസ്യ ലേഖനങ്ങൾ, അല്ലേ? ആ ലേഖനം എഴുതുന്ന സമയത്തും തന്റെ ചിന്താഭാരം എന്താ? തന്റെ സഭയായിരുന്നു. എങ്ങനെയാ നാം അത് മനസ്സിലാക്കുന്നത്? ആ സഭകൾക്ക് വേണ്ടി, ഈ 3 സഭകൾക്കും വേണ്ടിയുള്ളതായ പ്രാർത്ഥനകൾ നമ്മളൊന്ന് എടുത്തു വച്ചാൽ, അത് നമ്മളൊന്ന് ശാന്തമായിട്ട് വായിച്ചാൽ, അത് നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചാൽ
നമുക്ക് കാണാൻ കഴിയും ഈ സഭകളെ കുറിച്ച് പൗലോസിനുണ്ടായിരുന്ന ചിന്താഭാരം എത്ര വലുതായിരുന്നു എന്ന്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല ആ സഭകൾക്ക് വേണ്ടി താൻ ചിന്താഭാരത്തിൽ ഏർപ്പെട്ടത്. ചുരുക്കം 2-3 വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-19 വാക്യങ്ങളിൽ തന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നാം അവിടെ കാണുന്നത്, അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു, ആത്മാവിനെ നിങ്ങൾക്ക് അച്ചാരമായി കിട്ടിയിരിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ആ സഭയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവരെ നോക്കിയപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. ആധാരത്തിലുണ്ട്, പിന്നെ അത്താഴത്തിനില്ല. ആത്മാവിന്റെ മുദ്ര ഇവർക്കുണ്ട്, പക്ഷെ എന്തില്ല? ആത്മാവിൻ്റെതായിരിക്കുന്ന യാതൊരു ചൂരും മണവും ഇവർക്ക് ഏശിയിട്ട് പോലുമില്ല. നമ്മളൊക്കെ സാധാരണ ബ്രദറുകാർ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, സ്ഥാനീയമായി. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. സ്ഥാനീയമായി ദൈവമക്കൾ ആരാണ്? പരിശുദ്ധാത്മാവുള്ളവരാണ്. ശരിയാണ്, 100% അത് ശരി തന്നെയാണ്. പക്ഷെ ആ ആത്മാവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തു വേണം? അതിൻ്റെതായിരിക്കുന്ന വ്യതിയാനങ്ങൾ കാണണ്ടേ? അപ്പോൾ പൗലോസ് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് നിങ്ങൾക്കുണ്ട്, ശരി തന്നെ. എന്നിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അകക്കണ്ണ് പ്രകാശിച്ച് ലഭിക്കാനായി പോകുന്ന അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന് ഗ്രഹിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. ദൈവം തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം. പുറത്തെ കണ്ണല്ല, അകത്തിന്റെ കണ്ണ്, ഹൃദയത്തിന്റെ കണ്ണ്. ദൈവ മനുഷ്യനായിരിക്കുന്നവന്റെ കണ്ണ് തുറന്നിട്ട് അവൻ എന്ത് കാണണം? ദൈവം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന അവകാശത്തിന്റെ ആ ധനത്തിന്റെ മഹത്വം കാണണം. പോരാ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവ് എത്ര ശക്തിയാണ് വ്യാപരിക്കുന്നത് എന്ന് ഇവർ തിരിച്ചറിയണം. അങ്ങനെ വന്നാൽ ഇവരഥാസ്ഥാനത്ത് ഇവർക്കുണ്ടാകും. അവർക്ക് അവിടെ വേണ്ടത് ജോലിയും കാശും കാറും വാഹനങ്ങളൊന്നുമല്ല. അവർക്ക് വേണ്ടത് അവരുടെ ഉള്ളിൽ ദൈവം നൽകിയ ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു, ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് തങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്ന് അവർ തിരിച്ചറിയണം. ഇത് നാമും അറിയണം. നമ്മിലും ദൈവാത്മാവുണ്ട്. ആത്മാവിനെ അച്ചാരമായി കിട്ടിയവരാണ് നമ്മൾ. ആത്മാവിന്റെ മുദ്രയുള്ളവരാണ് നമ്മൾ. ശരി തന്നെ. പക്ഷേ ഈ ആത്മാവിനെ കൊണ്ട് നാം എന്താ ചെയ്യുന്നത്? മോൻ അവിടെ പതുക്കെ ശാന്തമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അങ്ങ് നമ്മൾ ഉറക്കി കെടുത്തിയിരിക്കുക. പരിശുദ്ധാത്മാവിനെ കെടുത്തരുതെന്ന് വചനം. കെടുത്തി കളയാനല്ല, ആത്മാവിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നാം ഉണരും. അപ്പോൾ ആ സഭയെ കുറിച്ച് അപ്പോസ്തലന്റെ ധ്യാനത്തിലും വിവേചനത്തിലും എന്ത് മനസ്സിലായി? ഇവരുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്, പക്ഷേ അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങളൊന്നും ഇവര് അനുഭവിക്കുന്നില്ല. 3-ാം അധ്യായത്തിന്റെ എഫേസ്യർ 3-14-19 വാക്യങ്ങളിൽ താൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. അവിടെ വായിക്കുന്നത് ക്രിസ്തു നിങ്ങളിലുണ്ട്. പക്ഷേ ആ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ളതായിരിക്കുന്ന ജീവിതം. എന്റെ താഴെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആ കർത്താവ് നമ്മെ സ്നേഹിച്ചതായ സ്നേഹത്തിന്റെ നീളം, വീതി, ഉയരം, ആഴം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ വായിക്കുന്നത് ദൈവം എങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത് അതുപോലെ കാണാനുള്ള ഒരു കഴിവ് എനിക്ക് വേണം. അതായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതൊക്കെ വലിയ വിഷയമാണ്. അതൊക്കെ ഒരുപക്ഷെ പല ക്ലാസ്സുകൾ എടുത്താൽ തീരാത്ത വിഷയമാണ്. ഞാൻ ഒറ്റ വാക്കിൽ ചുരുക്കമായി പറഞ്ഞത്,
സഭകളെ കുറിച്ചുള്ള ചിന്താഭാരത്താൽ ഉണ്ടായ പൗലോസിന്റെ പ്രാർത്ഥനകളാണ്. താൻ പ്രാർത്ഥിച്ചത് അവരുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം, സ്നേഹത്തിന്റെ നീളം ഉയരമായം അവർ ഗ്രഹിക്കണം. ദൈവം ഒരു കാര്യത്തെ എങ്ങനെ കാണുമോ അതുപോലെ കാണാനായിട്ട് അവർക്ക് സാധിക്കണം. ഫിലിപ്പ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ 1:9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ ഞാൻ ഇങ്ങനെ ആവർത്തിക്കാതെ പറയട്ടെ. തെറ്റും ശരിയും മനസ്സിലാക്കി കാര്യങ്ങളെ വിവേചിച്ച് കർത്താവ് വരുന്ന സമയത്ത് ഏറ്റവും ഫലമുള്ളവരായി ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. അവരെന്താ ചെയ്യേണ്ടത്? തെറ്റും ശരിയും ഇവർ തിരിച്ചറിയണം. കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായിട്ട് ആ ജനം മാറണം. പ്രിയ ദൈവമക്കളെ, അവർക്ക് വേണ്ടി താൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ചപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും എത്രയോ പ്രോത്സാഹനം നൽകുന്ന വാക്കുകളാണെന്നറിയുമോ? അവിടെ വായിക്കുന്നത് പൂർണ്ണ പ്രസാദം, ആത്മീകമായ സകല ജ്ഞാനം, സകല സൽപ്രവൃത്തിയും, സകല സഹിഷ്ണുതയും പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും അളവ് എങ്ങനെയായിരിക്കണം? കുറഞ്ഞൊരളവല്ല, ഒക്കെ പൂർണ്ണത, പൂർണ്ണത, പൂർണ്ണത. ശക്തിയിൽ പൂർണ്ണത, ജ്ഞാനത്തിൽ പൂർണ്ണത, സഹിഷ്ണുതയിൽ പൂർണ്ണത, അറിവിൽ പൂർണ്ണത, ആരാധന സന്തോഷത്തോടെ, വേണം വേണ്ട എന്ന് കരുതിയല്ല, സന്തോഷത്തോടെ. പൗലോസ് അവരെ കുറിച്ച് എന്ത് മനസ്സിലാക്കി? ഈ കൊലോസ്യയിലുള്ളതായിരിക്കുന്ന ദൈവമക്കൾ ഈ കാര്യത്തിലെല്ലാം പുറകോട്ട. അവരതിലെല്ലാം എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. ദൈവം നമ്മെയും സഹായിക്കട്ടെ. ഇതൊക്കെ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹമാണ് കേട്ടോ. ഓരോ സഭകളെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ കൂടെ കാര്യങ്ങൾ എഴുതി നൽകുമ്പോൾ, ആ സഭയെ വിവേചിക്കുമ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. ഈ സഭയിൽ ഇതിൻ്റെതായിരിക്കുന്ന കുറവുകൾ ഉണ്ട്. എന്നിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇങ്ങനെയൊക്കെ ഇവർക്ക് സംഭവിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പഠനം മുൻപോട്ട് പോകുമ്പോൾ അനേകം ആത്മീകമായിരിക്കുന്ന സത്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കട്ടെ. നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എനിക്കൊരു യഥാസ്ഥാനത്വം ആവശ്യമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. നമുക്ക് വ്യക്തിപരമായി നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം, സ്വന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളാലും നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.